ഹായ് സുഹൃത്തുക്കളെ, നമുക്കിന്നൊരു മുരിങ്ങത്തോരൻ ഉണ്ടാക്കിയാലോ? തുടങ്ങല്ലേ? അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിങ്ങനെ നടു പൊളിച്ചെടുക്കുക. നടു ഇതുപോലെ പൊളിക്കുക. ഞാനൊരിടത്ത് ഒരു ചാനൽ കാണാനിടയായി. അവരുണ്ടാക്കിയത് മുരിങ്ങക്കായ് തോരൻ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ തക്കാളി അരിഞ്ഞിട്ടുണ്ട്, സാമ്പാറിന് വെട്ടിക്കൂട്ട് അരിഞ്ഞാണ് പോലെ കുറേ മുരിങ്ങക്കായ ഇട്ടുണ്ട്. പിന്നെ അതിൽ സാധാരണ കടു പൊട്ടിച്ച് വേപ്പിൻ്റെ പൊട്ടിച്ച് ഉണ്ടാക്കിയാൽ അതാണ്. പക്ഷെ അതല്ല ശരി. ഇതാണ് ഈ കായ് ഇതേപോലെ ചീവി എടുത്തിട്ടാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. ഇതേപോലെ ചീവി എടുക്കുക. മുരിങ്ങാക്കായ് തോരനാണ് സാധനം. അതാണ് ചിലവർക്ക് അറിയില്ല, ചിലവർക്ക് അറിയും. അറിയാവുന്നവർ മറ്റുള്ളവരും പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത്. ഇതേപോലെ ചീവി എടുക്കുക. ഒരുവിധം മൂപ്പായതാലും കുഴപ്പമില്ല. ഇതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി ഉണ്ട്. അതിപ്പം ഇനി കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് അടുത്ത പ്രാവശ്യത്തിൽ നമുക്ക് നോക്കാം. അത് ബജ്ജിയാണ്. ഇതുകൊണ്ട് തന്നെ ബജ്ജി. അപ്പോൾ നമ്മൾ ഒരു 12 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് അത് നൈസായിട്ട് അരിഞ്ഞെടുക്കുക. ഇതേപോലെ അരിഞ്ഞെടുക്കുക. ഒരു 6 വറ്റൽമുളകും കൂടി എടുക്കുന്നുണ്ട്. ഒരു 4 ഇതൾ വേപ്പിലയും. അപ്പം ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പരിപാടി തുടങ്ങാം. വെളിച്ചെണ്ണ ആദ്യം നമുക്ക് അല്പം കടുകിടാം. ഒരു ചെറിയ സ്പൂൺ കടുക് 2 സ്പൂൺ ഇട്ടു. അടുത്ത് പച്ചമുളക് ഇട്ടു. അടുത്തത് നമ്മൾ വറ്റൽമുളക് ഇട്ടു. ഇനി അടുത്തത് നമ്മൾ വേപ്പിൻ്റെ ഇല ഇട്ടു. അപ്പോൾ അടുത്തത് നമ്മൾ ചീവി വെച്ച മുരിങ്ങയുടെ കാമ്പുകൾ ഇട്ടു. അപ്പം ഒരു നാളികേരത്തിൻ്റെ പകുതി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഒരു നാളികേരത്തിൻ്റെ പകുതി. ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഉപ്പാണ്. ആ ഉപ്പും കൂടി ഇടാം. ഉപ്പ് ചേർത്തിട്ടുണ്ട്. നമ്മൾ വെള്ളത്തിലല്ല വേവിക്കുന്നത്, ആവിയിലാണ്. അപ്പോൾ അത് നമ്മൾ റെഡി ആയിട്ടുണ്ട്. മുരിങ്ങ കായ് തോരൻ ഇറക്കണം നമ്മൾ.